ആമസോൺ റിവർ ബേസിൻ, ലോകത്തിലെ ഏറ്റവും വലിയ നദീതടം. സൗത്ത് അമേരിക്കയിൽ ഭൂമിയുടെ ശ്വാസകോശമെന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളിലൂടെയാണ് ഈ ബൃഹത്തായ നദി ഒഴുകുന്നത്. 6400 കിലോമീറ്ററുകളിൽ കൂടുതൽ ദൂരമൊഴുകുന്ന ആമസോൺ നദിയിൽ നിന്നും 20 കോടി ലിറ്ററിലും കൂടുതൽ ജലമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഓരോ സെക്കൻഡിലും ഒഴുകി ഇറങ്ങുന്നത്. അത്രയേറെ വിസ്മയാവഹമായ വലിപ്പമുള്ള നദിയാണ് ആമസോൺ. ആമസോൺ നദീതടത്തിന് ഏകദേശം 75 ലക്ഷം സ്ക്വയർ കിലോമീറ്റേഴ്സോളം വിസ്തീർണതയുണ്ട്. അതായത് ഏകദേശം ഇന്ത്യയുടെ ഇരട്ടി വലിപ്പം. ഈ മഹത്തായ നദി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ മനോഹരമായ ആമസോൺ മഴക്കാടുകൾ ഉണ്ടാകുമായിരുന്നില്ല. ഇന്നേ വരെ ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ള കരയിലെ മുഴുവൻ ജീവിവർഗങ്ങളിൽ 25% കൂടുതലും ആമസോൺ മഴക്കാടുകളിലാണ് ജീവിക്കുന്നത്. അതിനു പുറമെ ആമസോണിൽ നിന്നും പുതിയ പുതിയ ജീവിവർഗങ്ങളെ നിരന്തരമായി കണ്ടുപിടിക്കുന്നുമുണ്ട്. ആമസോൺ മഴക്കാടിനുള്ളിലായിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ഏതോ അന്യഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മാന്ത്രിക ലോകത്തിലേക്ക് പോയതുപോലത്തെ പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭയാനകമായ പല രാക്ഷസ ജീവികളും ആമസോൺ നദിയിലും നദീതടത്തിലും ജീവിക്കുന്നുണ്ട്. വിസ്മയാവഹമായ ആമസോൺ നദീതടത്തിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ എന്താണെന്നും അവിടെ നിന്നും കണ്ടെത്തിയ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി സവിശേഷതകളിലൊന്നാണ് നദികൾ. അവ ഒഴുകുന്ന സ്ഥലങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ കൊണ്ട് നിറയുകയും അവിടെയെല്ലാം ജീവജാലങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യാറുണ്ട്. പണ്ടത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്ക് വേണ്ടിയും മറ്റും ആവശ്യത്തിനുള്ള ശുദ്ധജലം ലഭിച്ചിരുന്നത് നദികളിൽ നിന്നുമായിരുന്നു. നദികൾക്ക് സമീപമുള്ള നിലങ്ങൾ കൃഷിക്ക് വളരെയേറെ ഉചിതമായ നിലങ്ങളുമാണ്. അതുമാത്രമല്ല, നദികളിലൂടെയുള്ള ഗതാഗതവും എളുപ്പമായിരുന്നു. ഒപ്പം നദിക്കരികിൽ വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെ വേട്ടയാടിയും നദികളിൽ നിന്നും മീൻ പിടിച്ചുമൊക്കെ ഭക്ഷണം കണ്ടെത്താനും സാധിക്കും. ഈ കാരണങ്ങളൊക്കെയുള്ളതുകൊണ്ടാണ് ഈജിപ്റ്റ്, മെസോപ്പൊട്ടോമിയ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ചൈന അങ്ങനെ മനുഷ്യ ചരിത്രത്തിലെ ആദ്യ സംസ്കാരങ്ങളിൽ ഭൂരിഭാഗവും നദീതടങ്ങൾക്ക് സമീപം രൂപം കൊണ്ടത്. ഈ സംസ്കാരങ്ങളുടെയൊക്കെ നട്ടെല്ലുകളായിരുന്നു നദികൾ. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിലേതാണ് ഏറ്റവും വലിയ നദി? ഈ ചോദ്യം വളരെ നിസ്സാരമാണ്, പക്ഷേ ഉത്തരം വളരെ സങ്കീർണവും. വ്യാപ്തിയുടെയും വിസ്തീർണതയുടെയും അടിസ്ഥാനത്തിലാണെങ്കിൽ ആമസോൺ നദി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി. അതിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. കാരണം നൈൽ, ഗംഗ, കോങ്കോ, യാങ്സി, യെല്ലോ, ലെന, പരാന, മിസിസിപ്പി, മേക്കോങ് അങ്ങനെ ആമസോണിന് ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 10ഓളം നദികളെ ഒരുമിച്ച് ചേർത്താൽ പോലും അതിൽ ആമസോൺ നദിയിലുള്ളതിൻ്റെ അത്ര ജലം ഉണ്ടായിരിക്കില്ല. ശരിക്കും ലോകത്തിലെ സകല നദികളിലെയും ജലമെടുത്താൽ അതിൽ 20% കൂടുതൽ ജലവും ആമസോൺ നദിയിലുള്ളതായിരിക്കും. മഴക്കാലത്തിൽ ഓരോ സെക്കൻഡിലും 30 കോടി ലിറ്റേഴ്സിൽ കൂടുതൽ ജലമായിരിക്കും ആമസോൺ നദിയിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകുന്നത്. ഇത്രയും ജലം ഒഴുകി ഇറങ്ങുന്നതിനാൽ തന്നെ ഇതിന്റെ മൗത്തിൽ നിന്നും, അതായത് നദിയിൽ നിന്നും ജലം സമുദ്രത്തിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തിൽ നിന്നും 150 കിലോമീറ്റേഴ്സ് ദൂരം വരെ സമുദ്രത്തിന്റെ ഉപരിതലം മുഴുവൻ ശുദ്ധജലം വ്യാപിച്ചു കിടക്കുകയായിരിക്കും. അതായത് ഏകദേശം 150 കിലോമീറ്റേഴ്സ് ദൂരത്തിൽ നിന്നാലും ഉപ്പ് ജലത്തിനു പകരം നിങ്ങൾക്ക് കടലിൽ നിന്നും ശുദ്ധജലം കുടിക്കാനാകും. അത്രയേറെ ബൃഹത്തായ ഒരു നദിയാണ് ആമസോൺ. എന്നാൽ നീളത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏറ്റവും വലിയ നദി ഏതെന്ന ചോദ്യം ഇന്നും ഒരു വലിയ തർക്ക വിഷയമാണ്. ഒരുപാട് ഭൂശാസ്ത്രപരമായ കാരണങ്ങളാൽ ഈ നദികളുടെ നീളം കൃത്യമായിട്ട് നിർണയിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ചിലർ ആമസോണിനെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ട് പരിഗണിക്കുമ്പോൾ മറ്റു ചിലർ ആ പട്ടം ചാർത്തിയിരിക്കുന്നത് ആഫ്രിക്കയിലെ നൈൽ നദിക്കാണ്. ആമസോൺ നദിയുടെ നീളം മാത്രമല്ല, വീതിയും ശരിക്കും അതിശയകരമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിക്ക് പുറമെ ഏറ്റവും കൂടുതൽ വീതിയുള്ള നദിയും ആമസോൺ തന്നെ. ബ്രസീലിൽ പ്രവേശിക്കുമ്പോഴാണ് ഇതിന്റെ വീതി ശരിക്കും കൂടുന്നത്. ഇവിടെ ഏകദേശം 4 മുതൽ 9 കിലോമീറ്റേഴ്സ് വരെയാണ് ആമസോണിന്റെ പ്രധാന തടത്തിന്റെ ശരാശരി വീതി. എന്നാൽ ചിലയിടങ്ങളിൽ 60 കിലോമീറ്റേഴ്സിന് മുകളിൽ വരെ എത്തും. അതായത് ഈ നദിയുടെ ഒരു കരയിൽ നിന്നും മറുവശത്തുള്ള കരയിൽ എത്തണമെങ്കിൽ ഒരു ശരാശരി മനുഷ്യൻ നടക്കുന്ന വേഗത്തിലാണെങ്കിൽ ഏകദേശം 10 മണിക്കൂറുകളോളം സമയമെടുക്കും.
ഇതിന്റെ മൗത്തിനാണെങ്കിൽ 350 കിലോമീറ്റേഴ്സിൽ കൂടുതൽ വീതിയുണ്ടായിരിക്കും. അതായത് ഏകദേശം തിരുവനന്തപുരത്തിൽ നിന്നും മലപ്പുറം വരെയുള്ള ദൂരം. ഈ നദിയുടെ തീരത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു സമുദ്രമാണോ എന്ന് സംശയിച്ചു പോകും. അതുകൊണ്ട് തന്നെ ആമസോണിനെ ദി റിവർ സീ എന്നും പലരും വിശേഷിപ്പിക്കാറുണ്ട്. 20 മുതൽ 50 മീറ്റേഴ്സ് വരെയാണ് ആമസോണിന്റെ ശരാശരി ആഴം. ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലങ്ങളിൽ 100 മീറ്റേഴ്സോളം വരെ ഉണ്ടായിരിക്കും. ഇത്രയേറെ ആഴമുള്ളതുകൊണ്ട് വലിയ കപ്പലുകൾക്ക് വരെ ഇതിലൂടെ പോകാനാകും. പ്രധാന നദിയിൽ ഡാമുകൾ ഒന്നും നിർമ്മിച്ചിട്ടില്ലെങ്കിലും ഉപനദികളിൽ 400-ൽ കൂടുതൽ ഡാമുകളുണ്ട്. ആമസോൺ നദിയുടെ ഭീമാകാരമായ വലിപ്പവും നീളവും കാരണം അതിന്റെ ചില ഭാഗങ്ങൾ പ്രത്യേകം പേരുകളിലാണ് തദ്ദേശീയമായി അവിടെ അറിയപ്പെടുന്നത്. ഉപനദികളെ കൂട്ടാതെ തന്നെ ആമസോൺ നദിയുടെ തുടക്കം മുതൽ അവസാനം വരെ ലോക്കലി ഇതിനെ 6 പേരുകളിൽ അറിയപ്പെടും. ആമസോണിൽ പ്രധാനമായും 2 ഋതുകാലങ്ങളുണ്ട്, വെറ്റ് സീസണും ഡ്രൈ സീസണും. അതായത് മഴക്കാലവും വരണ്ട കാലവും. ഓരോ സീസണും ഏകദേശം 6 മാസങ്ങളോളം തുടരും. ഇതല്ലാതെ വേനൽക്കാലവും ശീതകാലവും ഒന്നും തന്നെ ആമസോണിനില്ല. വരണ്ട സീസൺ എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത് വരണ്ട കാലാവസ്ഥയൊന്നുമല്ല. മറിച്ച് വെറ്റ് സീസണിൽ ലഭിക്കുന്നതിനേക്കാൾ കുറച്ച് മഴ മാത്രമേ ഡ്രൈ സീസണിൽ ലഭിക്കുകയുള്ളൂ. 2 സീസൺസിലും ഇവിടുത്തെ ശരാശരി താപനിലയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. ആമസോൺ നദിയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ കാണുമ്പോൾ വ്യത്യസ്തമായ ദൃശ്യങ്ങളിൽ അതിന് വ്യത്യസ്തമായ നിറങ്ങളുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രധാന കാരണം വ്യത്യസ്തമായ ദൃശ്യങ്ങളിൽ കാണുന്നത് ആമസോണിന്റെ വ്യത്യസ്തമായ ഉപനദികളാണ്. ജലത്തിൽ അടങ്ങിയിരിക്കുന്ന സെഡിമെന്റ്സിന്റെ സാന്ദ്രത, ജലം ഒഴുകുന്ന വേഗത, ജലത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ, ജലത്തിന്റെ താപനില, വ്യത്യസ്തമായ ആൽഗകൾ, ജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മാലിന്യത്തിന്റെയും ജൈവ പദാർത്ഥങ്ങളുടെയും അളവ്, അങ്ങനെ ഒരു നദിയുടെ നിറം മാറാൻ പല പല കാരണങ്ങളുണ്ട്. റിയോ നെഗ്രോയാണ് ആമസോണിന്റെ 1000-ലേറെ ഉപനദികളിൽ ഏറ്റവും വലിയ ഉപനദി. ആമസോണിന്റെ മുഴുവൻ ജലത്തിൽ 20% വരുന്നത് ഈ ഒരൊറ്റ ഉപനദിയിൽ നിന്നും മാത്രമാണ്. ഈ നദിക്ക് പൊതുവെ ഇരുണ്ട നിറമായിരിക്കും. മറ്റൊരു വലിയ ഉപനദിയാണ് മഡൈറ. അതിന് സ്വർണ്ണ നിറമാണ്. ബ്രസീലിലെ മനൌസ് എന്ന സ്ഥലത്തിൽ വെച്ച് റിയോ നെഗ്രോയും മഡൈറയും കൂടിച്ചേരും. ഏകദേശം 6 കിലോമീറ്ററോളം ദൂരം വരെ ഈ 2 നദികളും പരസ്പരം കൂടിച്ചേരാതെ നദിയുടെ ഇരുവശങ്ങളിലൂടെ ഒഴുകും. ഈ മനൌസ് നഗരവും ഇറാൻ ദുബായ് എന്ന സിറ്റിയും തമ്മിൽ യോജിപ്പിക്കുന്ന 3.5 കിലോമീറ്റേഴ്സ് നീളമുള്ള ഒരു വലിയ പാലമുണ്ട്. 1000-കണക്കിന് കിലോമീറ്ററുകളോളം ദൂരമുള്ള ആമസോൺ നദിയിലുടനീളം ഈ ഒരൊറ്റ പാലം മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അതിന്റെ കാരണം ഈ സിറ്റികളിൽ മാത്രമേ പാലം നിർമ്മിക്കാൻ ആവശ്യമുള്ള ജനസംഖ്യയുള്ളൂ. അപ്പോൾ പാലത്തിന്റെ നിർമ്മാണ ചിലവും മെയിൻ്റനൻസ് ചിലവുമൊക്കെ പരിഗണിക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പാലം നിർമ്മിക്കുന്നത് വെറും പാഴാണ്. അതുമാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം തന്നെ നദി കടക്കാൻ വളരെ മികച്ച ബോട്ട് സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ പിന്നെ അവിടെ പാലത്തിന്റെ യാതൊരാവശ്യവും വരുന്നില്ല. ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ, ഇക്വേഡർ, ഗയാന, പെറു, സറിനെയിം, വെനസ്വേല എന്നീ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നദീതടമാണ് ആമസോൺ. ഏകദേശം 1 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ആമസോൺ നദി രൂപം കൊണ്ടത്. പക്ഷേ പല മാറ്റങ്ങൾക്ക് ശേഷമാണ് ആമസോൺ ഇന്നത്തെ രൂപത്തിൽ എത്തിയത്. ഇന്ന് വെസ്റ്റിലുള്ള ആൻഡീസ് മലനിരകളിൽ നിന്നും ഈസ്റ്റിലുള്ള ബ്രസീലിലേക്കാണ് ആമസോൺ ഒഴുകുന്നത്. എന്നാൽ ഏകദേശം 14 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ സൗത്ത് അമേരിക്കയും ആഫ്രിക്കയും ഒരു ഭൂഖണ്ഡത്തിലായിരുന്നു. ആ കാലത്തിൽ ആഫ്രിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കയിലൂടെ പസഫിക് സമുദ്രത്തിലേക്കാണ്, അതായത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ് നദികൾ ഒഴുകിയിരുന്നത്. എന്നാൽ ഏകദേശം 1.5 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ നസ്ക പ്ലേറ്റുമായി സൗത്ത് അമേരിക്കൻ പ്ലേറ്റ് കൂട്ടിയിടിക്കുന്നതിന്റെ അനന്തരഫലമായി ആൻഡീസ് മലനിരകൾ രൂപം കൊള്ളാൻ തുടങ്ങി. അത് കാരണം ആമസോണിൽ നിന്നും ജലം പുറത്തോട്ട് പോകുന്ന വഴി തടസ്സപ്പെട്ടു. അതിനാൽ തന്നെ ആമസോണിന്റെ മധ്യഭാഗം മുഴുവൻ ജലം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഏകദേശം 50 ലക്ഷം വർഷങ്ങളോളം കാലം ഈ ബൃഹത്തായ ജലാശയം വലിയൊരു ഫ്രഷ് വാട്ടർ കായലായിട്ട് നിലനിന്നു. ആ കാലത്തിൽ പണ്ട് പസഫിക് സമുദ്രത്തിൽ നിന്ന് നദിയിലേക്ക് പ്രവേശിച്ച ധാരാളം ജീവികൾ ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന തരത്തിൽ അനുരൂപപ്പെട്ടു. അവസാനം ഏകദേശം 1 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ആൻഡീസ് മലനിരകളിൽ നിന്നും വൻതോതിൽ ജലം നദികളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയപ്പോഴാണ് ആ ശക്തമായ ഒഴുക്ക് കാരണം നദി തിരിച്ച് ഈസ്റ്റിലോട്ട്, അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകാൻ തുടങ്ങിയത്.
40,000-ൽ കൂടുതൽ തരം വൃക്ഷലതാദികൾ, 427-ലേറെ സസ്തനി വർഗ്ഗങ്ങൾ, 1300-ൽ പരം പക്ഷിവർഗ്ഗങ്ങൾ, 400-ഓളം ഉരകജീവികൾ, 400-ൽ കൂടുതൽ ഉഭയജീവികൾ, 25 ലക്ഷത്തിൽ കൂടുതൽ വ്യത്യസ്ത തരം പ്രാണിവർഗ്ഗങ്ങൾ, അങ്ങനെ എല്ലാവിധം ജീവജാലങ്ങളാലും സമ്പന്നമായ ഒരു ആവാസ വ്യവസ്ഥയാണ് ആമസോൺ. കടുത്ത വിഷമുള്ള 100-ൽ കൂടുതൽ തവളവർഗ്ഗങ്ങളെയും ആമസോൺ മഴക്കാടുകളിൽ കാണാൻ സാധിക്കും. അതിലേറ്റവും ഘോരമായ വിഷമുള്ള തവളകളിലൊന്നാണ് ദി ഗോൾഡൻ പോയിസണസ് ഫ്രോഗ്. 20,000 എലികളെ കൊല്ലാൻ മാത്രം ശക്തമായ വിഷമാണ് ഈ ഫ്രോഗിന്റെ ശരീരത്തിലുള്ളത്. ഇതിനെ ഒന്ന് തൊടുന്നത് പോലും അപകടമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇവിടെയുള്ള മറ്റൊരു ഘോര വിഷമുള്ള ജീവിയാണ് ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. ഇത് ഏകദേശം 15 സെന്റിമീറ്ററോളം വലിപ്പമുള്ള വലിയൊരു ചിലന്തിയാണ്. ലോകത്തിലെ ഏറ്റവും വിഷമേറിയ ചിലന്തി എന്ന നിലയിൽ ഇതിന്റെ പേരിൽ 2010-ൽ ലോക റെക്കോർഡ് വരെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിന്റെ സ്ഥാനം ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരുതരം ഫണൽ വെബ് ചിലന്തി അപഹരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പഴുതാര ജീവിക്കുന്നതും ആമസോൺ മഴക്കാടുകളിലാണ്. സ്കോളോപെൻഡ്ര ജൈജാൻഡിയ എന്ന ഈ പഴുതാരയ്ക്ക് 30 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കാൻ കഴിയും. ഏകദേശം 3000-ഓളം ഫ്രഷ് വാട്ടർ മീൻ വർഗ്ഗങ്ങളാണ് ആമസോൺ നദിയിൽ ജീവിക്കുന്നത്. അതിൽ 1700 വർഗ്ഗങ്ങളും ആമസോണിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ആമസോൺ നദീതടത്തിൽ ഏകദേശം എല്ലായിടത്തിലും കാണപ്പെടുന്ന ഒരു വിശിഷ്ടമായ ജീവിയാണ് പിങ്ക് ഡോൾഫിൻ. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ഡോൾഫിൻ ഇവയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പിങ്ക് ഡോൾഫിന് 9 അടിയിൽ കൂടുതൽ നീളവും 200 കിലോഗ്രാമോളം ഭാരവും വയ്ക്കാൻ കഴിയും. ഏറ്റവും ബുദ്ധി കൂടിയ ഫ്രഷ് വാട്ടർ ഡോൾഫിനും ഇത് തന്നെ. ഏകദേശം ഈ ഡോൾഫിന്റെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു തരം മീനാണ് അരാപൈമ. ഇതാണ് ആമസോണിലെ ഏറ്റവും വലിയ മീൻ വർഗം. ആമസോൺ നദികളിൽ ജീവിക്കുന്ന ഒരു ഭയാനകമായ ജീവിയാണ് ഇലക്ട്രോഫോറസ് വോൾട്ടായ്. ഇതൊരു തരം ഇലക്ട്രിക് ഈലാണ്. സ്വന്തം ശരീരത്തിൽ നിന്നും ഏറ്റവും ശക്തമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ജീവികളാണ് ഇലക്ട്രോഫോറസ് വോൾട്ടായ്. 860 വോൾട്ടിൽ വരെ ഇതിന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. മുതലകളെ പോലും കറണ്ട് അടുപ്പിച്ച് കൊല്ലാൻ ഈ വൈദ്യുതി മതിയാകും. ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ നൈൽ നദി എന്നായിരിക്കും ഒട്ടുമിക്ക പേരും പറയുന്ന ഉത്തരം. ആധികാരികമായിട്ട് പരിഗണിക്കുന്ന ആമസോൺ നദിയുടെ നീളമെന്നത് ഏകദേശം 6400 കിലോമീറ്റേഴ്സ് ആണ്. അതായത് നൈൽ നദിയേക്കാൾ കുറവ്. എന്നാൽ അതെത്രത്തോളം ശരിയാണ്? ആമസോൺ നദി ചെന്ന് അവസാനിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ബ്രസീലിലെ അഴിമുഖങ്ങളിലാണ്. പക്ഷേ ഇതിന്റെ തുടക്കം എവിടെയെന്ന് നിർണയിക്കുക എന്നതാണ് പ്രശ്നം. കാരണം ഇത്തരം വലിയ നദികളുടെ തുടക്കം ഒരൊറ്റ സ്രോതസ്സിൽ നിന്നുമായിരിക്കില്ല. അതുമാത്രമല്ല, ആമസോൺ നദി 1000-ലേറെ ഉപനദികളായിട്ട് പിരിഞ്ഞാണ് കിടക്കുന്നത്. ഇതിലേറ്റവും നീളം കൂടിയ ഉപനദിയുടെ തുടക്കം സൗത്ത് അമേരിക്കയിലെ 3ാമത്തെ ഏറ്റവും വലിയ രാജ്യമായ പെറുവിലെ ജൂനിൻ എന്നൊരു കായലിൽ നിന്നുമാണ്. അതിമനോഹരമായ ആൻഡീസ് മലനിരകളിലെ മഞ്ഞിൽ നിന്നുമാണ് ജൂനിസ് കായലിൽ ജലമെത്തുന്നത്. ഈ കായലിൽ നിന്നും മൻഡാരോ എന്നൊരു നദി രൂപപ്പെടുന്നുണ്ട്. മൻഡാരോ നദി അപ്യൂരിമാക് എന്ന മറ്റൊരു നദിയുമായിട്ട് ചേർന്ന് ഈൻ എന്ന നദിക്ക് രൂപം നൽകുന്നു. ഈൻ നദി പെരീൻ എന്ന മറ്റൊരു നദിയുമായിട്ട് ചേർന്ന് ടാംബോ നദിക്ക് രൂപം നൽകും. ടാംബോ നദി ഉറുബാമ്പ എന്ന മറ്റൊരു നദിയുമായി ചേർന്ന് ഉക്കയാലി നദിക്ക് രൂപം നൽകുന്നു. ഈ നദി ഏകദേശം 1600 കിലോമീറ്ററുകളോളം ദൂരമെത്തുമ്പോൾ മരാന്യോൺ എന്നൊരു നദിയുമായി കൂടിച്ചേരും. ഈ കൂടിച്ചേരുന്ന സ്ഥലത്തിൽ നിന്നുമാണ് ആധികാരികമായി ഇതിനെ ആമസോൺ നദി എന്ന് വിളിക്കുന്നത്. ഈ മൻഡാരോ നദി മുതൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അവസാനിക്കുന്ന ആമസോൺ മൗത്ത് വരെയുള്ള ദൂരമെന്നത് ഏകദേശം 6992 കിലോമീറ്റേഴ്സ് ആണ്. അതായത് കേരളത്തിൽ നിന്നും ഏകദേശം റോം വരെയുള്ള ദൂരം. അപ്പോൾ നൈൽ നദിയുടെ ആധികാരികമായിട്ട് പറയപ്പെടുന്ന നീളത്തിനേക്കാൾ കൂടുതലാണ് ആമസോൺ നദിയുടെ മുഴുവൻ നീളം. പക്ഷേ നൈൽ നദിയുടെ നീളം ഒരുപാട് ഭൂശാസ്ത്രപരമായ കാരണങ്ങളാൽ കൃത്യമായിട്ട് നിർണ്ണയിക്കാനാകില്ല. വിക്ടോറിയ കായലിനെയാണ് നൈൽ നദിയുടെ ഏറ്റവും നീളം കൂടിയ സ്രോതസ്സായിട്ട് ഒഫീഷ്യലായി പരിഗണിക്കുന്നത്. അപ്പോൾ നൈൽ നദിയുടെ നീളം ഏകദേശം 6650 കിലോമീറ്റേഴ്സ് ആണ്. പക്ഷേ ഓർക്കുക, ഇത് ഒഫീഷ്യലായിട്ട് പരിഗണിക്കുന്ന നീളമാണ്. അൺഒഫീഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നൈൽ നദിയുടെ തുടക്കം കഗേര നദിയിൽ നിന്നുമാണ്. അതിന്റെ നീളവും കൂടെ പരിഗണിക്കുമ്പോൾ നൈൽ നദിക്ക് ഏകദേശം 6850 കിലോമീറ്റേഴ്സ് നീളമുണ്ട്. പക്ഷേ അപ്പോഴും അത് ആമസോൺ നദിയുടെ അൺഒഫീഷ്യലായ നീളത്തിന്റെ അത്ര വരുന്നില്ല. ആമസോണിലുള്ള മറ്റൊരു നദിയാണ് ഹംസ റിവർ. പക്ഷേ ഇതിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല.
കാരണം ഉപരിതലത്തിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റേഴ്സ് ആഴത്തിലൂടെ ഒഴുകുന്ന ഒരു ഭൂഗർഭ നദിയാണ് ഹംസ റിവർ. വലിയ ഹംസ എന്നൊരു ഇന്ത്യൻ ഭൗമശാസ്ത്രജ്ഞൻ, കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു മല്ലു ശാസ്ത്രജ്ഞനാണ് വർഷങ്ങളുടെ ഗവേഷണത്തിനു ശേഷം ഈ നദി കണ്ടുപിടിച്ചത്. ആമസോൺ നദി ഒഴുകുന്നത് പോലെ പടിഞ്ഞാറിൽ നിന്നും കിഴക്കിലോട്ടാണ് ഇതും ഒഴുകുന്നത്. അതും ആമസോൺ നദി ഒഴുകുന്ന ഏകദേശം അതേ പാതയിലൂടെ. ഈ നദിക്ക് ആമസോണിനേക്കാൾ വലിപ്പമുണ്ട്. ആമസോണിന്റെ ശരാശരി വീതി 4 മുതൽ 9 കിലോമീറ്റേഴ്സ് വരെയാണെങ്കിൽ ഹംസ നദിയുടെ വീതി എന്നത് 200 മുതൽ 400 കിലോമീറ്റേഴ്സ് വരെയാണ്. എന്നാൽ ഇത് വളരെ വളരെ പതുക്കെയാണ് ഒഴുകുന്നത്. ഒരു സെക്കൻഡിൽ വെറും 1 മില്ലിമീറ്റർ ദൂരം മാത്രമേ ഇതിലുള്ള ജലം ചലിക്കുകയുള്ളൂ. ആമസോണിലെ ജലം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചെന്നിറങ്ങുന്ന സ്ഥലത്തിലാണ് ഹംസ നദിയിലെ ജലവും ചെന്നിറങ്ങുന്നത്. ആമസോണിൽ മറ്റൊരു വിശിഷ്ടമായ നദിയുണ്ട്. പെറൂവിയൻ ഐതിഹ്യങ്ങളിൽ നിധികൾ തേടിപ്പോയ മനുഷ്യരെ കൊന്നുകളഞ്ഞ് തിളച്ചുമറിയുന്ന ഒരു നദിയുടെ കഥയുണ്ട്. ഏറെ കാലങ്ങൾ ഇത് വെറും കഥയായിട്ട് തന്നെ നിലനിന്നു. എന്നാൽ 2011 ഒരു പെറൂവിയൻ ഭൗമശാസ്ത്രജ്ഞനായ ആൻഡ്രേസ് റൂസോ ഈ കഥയ്ക്ക് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ ആമസോണിനുള്ളിൽ അങ്ങനൊരു നദി ശരിക്കും അദ്ദേഹം കണ്ടെത്തി. ലാ ബൊംബ എന്നാണ് ആ നദിയുടെ പേര്. ഇത് ആമസോൺ നദിയുടെ ഒരു ഉപനദിയാണ്. ഏകദേശം 6.5 കിലോമീറ്റേഴ്സോളം നീളമുള്ള ചെറിയൊരു നദിയാണ് ലാ ബൊംബ. റൂസോ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നദിയുണ്ടെന്ന കാര്യം അതിന് ചുറ്റുമുള്ള ഗ്രാമവാസികൾക്കൊക്കെ പണ്ടേ തന്നെ അറിയാമായിരുന്നു. പക്ഷേ അതിൽ ലോകത്തിനെ അറിയിച്ചത് റൂസോയാണ്. ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ നദിയുടെ ശരാശരി താപനില. എന്നാൽ ചില സമയങ്ങളിൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. അതായത് ജലം തിളച്ചു മറിയുന്ന താപനില. ഈ ചൂടിന്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾ ഊഹിച്ചു കാണും, ഭൂമിയുടെ ഉള്ളിലെ താപനിലയാണ്. മൃഗങ്ങളൊക്കെ പതിവായി നദിയിൽ വീണ് ചത്തുപോകാറുണ്ട്. സാധാരണഗതിയിൽ ആർക്കും ഈ നദിയിൽ നീന്താൻ കഴിയില്ല. എന്നാൽ ചില അവസരങ്ങളിൽ നദിയുടെ താപനില കുറയുമ്പോൾ മനുഷ്യർക്ക് വേണമെങ്കിൽ ഇവിടെ നീന്താൻ കഴിയും. കടലുകളിലെ തിരമാലകൾ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ നദികളിലെ തിരമാലകൾ കണ്ടിട്ടുണ്ടോ? അതെ, ആമസോൺ നദിയിൽ തിരമാലകൾ ഉണ്ടാകാറുണ്ട്. തിരമാലകൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അവിടെ സർഫിങ്ങും ചെയ്യാറുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുമുള്ള വേലിയേറ്റം നദിയുടെ പ്രവാഹത്തിനെ നേരെ പിന്നിലോട്ട് തള്ളുമ്പോഴാണ് ഈ തിരമാലകൾ ഉണ്ടാകുന്നത്. റിവർ മൗത്തിൽ നിന്നും ഏകദേശം 1000 കിലോമീറ്ററുകളോളം ദൂരം വരെ ഈ തിരമാലകൾ സഞ്ചരിക്കാറുണ്ട്. ഒരു രസകരമായ കാര്യമെന്നത് 2007 മാർട്ടിൻ സ്ട്രെൽ എന്നൊരു മനുഷ്യൻ ആമസോൺ നദിയുടെ തുടക്കം മുതൽ അവസാനം വരെ മുഴുവനും നീന്തി. ദിവസം 10 മണിക്കൂറോളം നീന്തിയ മാർട്ടിൻ 66 ദിവസങ്ങൾ കൊണ്ടാണ് ആമസോൺ നദി നീന്തി തീർത്തത്. ആമസോൺ മാത്രമല്ല, മിസിസിപ്പി നദി, ചൈനയിലെ യാങ്സി നദി, പിന്നെ യൂറോപ്പിലെ ഡാന്യൂബ് നദി, ഈ നദികളെല്ലാം തന്നെ ഈ മനുഷ്യൻ നീന്തി തീർത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.